എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നേ ഞങ്ങൾ രാവിലത്തെ പണിയൊക്കെ അത്യാവശ്യം ഒതുക്കിയിട്ട് ഇത് രാവിലെ തന്നെ ഇത് പറമ്പിലേക്ക് ഇറങ്ങിയേക്കും കേട്ടോ. കാപ്പിക്കുരു പറിയാണ് ഇന്നത്തെ പരിപാടി. അത്യാവശ്യം കാപ്പിക്കുരു എല്ലായിടത്തും പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴയായതുകൊണ്ട് പഴുത്ത കാപ്പിക്കുരുയൊക്കെ ചാടി പോവുക കേട്ടോ. അതുകൊണ്ട് രാവിലെ അല്ലറ ചില്ലറ പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ കാപ്പിക്കുരു താരതമ്യേന കുറവാണ് ഇതുണ്ടോ, കാലിയായിട്ട് കിടക്കണുണ്ട്, ബ്ലാങ്ക്. അത് ഇപ്പോൾ പൂവുണ്ടാവാൻ തുടങ്ങണുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇറുങ്ങൽ കുത്തിക്കായ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഈ തവണ നല്ല കാപ്പിക്കുരുവിന് നല്ല വില ഉണ്ടാവാനാണ് ചാൻസ്. നമ്മുടെ വീഡിയോസ് കാണുന്ന പല പ്രദേശക്കാരായതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഇത് എന്തൊക്കെ ഞാൻ കൊക്കൊക്കെ കാണിക്കാറുണ്ട്, കാപ്പിക്കുരു അങ്ങനെ ഓരോന്ന് കാണിക്കണേ എന്താണെന്ന് അറിയില്ലാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. കാപ്പിക്കുരു എന്ന് വെച്ചാൽ കാപ്പിയേൽ ഉണ്ടാവുന്നതാണ്. നമ്മൾ കാപ്പിക്കുരുവിൽ നിന്നാണ് ഈ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനിടയ്ക്കൊന്നും പറയട്ടതേ കണ്ടോ, നമ്മുടെ കാപ്പിക്കുരുവൊക്കെ ഈ വാവലൊക്കെ രാത്രി വന്നത് പറിച്ചത് കണ്ടോ, ഒത്തിരി താഴെ കൂടെ കിടക്കണം കണ്ടോ. അതിൻ്റെ പരിപ്പ് മാത്രമേ ഉള്ളൂ, കുരുവൊക്കെ പഴമൊക്കെ തിന്നിട്ട് അങ്ങനെ കുറേ വവ്വാലൊക്കെ നശിപ്പിച്ച് കളയൂട്ടോ. അതേ കണ്ടോ, ഞാനതിൻ്റെ പരിപ്പൊക്കെ പെറുക്കിയെടുക്കുവാണ്. നമ്മുടെ ഈ കാപ്പിക്കുരു എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പറിച്ചിട്ട് ഉണക്കും. കുറച്ച് ദിവസം ഒരാഴ്ചത്തേക്ക് ചാക്കി കെട്ടി വയ്ക്കുമ്പോൾ അതങ്ങ് ആവിച്ച് പിന്നെ അങ്ങ് ആവിച്ച് കഴിയുമ്പോൾ നമ്മൾ വെയിലത്തിടും. അങ്ങനെ ഉണക്കിയിട്ട് നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ കുടത്ത് മില്ലിൽ കൊണ്ടുപോയി കുത്തിച്ചെടുത്താണ് കാപ്പി പൊടി ഉണ്ടാക്കണം കേട്ടോ. എല്ലാ തവണയും നമ്മൾ കടയിൽ കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മൾ കാപ്പിപ്പൊടിക്കായിട്ട് മാറ്റി വയ്ക്കും. അങ്ങനെ നമ്മൾ നല്ല പ്യുവറായിട്ടുള്ള കാപ്പിപ്പൊടി ഉപയോഗിച്ചാണ് നമ്മൾ കാപ്പി കുടിക്കാറുള്ളത് കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയോ. അങ്ങനെ കാപ്പിപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിച്ചേക്കണവർക്കറിയാം ആ കാപ്പിയുടെ ടേസ്റ്റ് ഒന്ന് പ്രത്യേക തന്നെ. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതായതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് കയറാൻ സമയമായി പോയി കാപ്പി കുടിക്കണം, ചേട്ടായിക്ക് പോകണം. അതുകൊണ്ട് ഇത് പോകുന്ന വഴിക്ക് വീട്ടിലെ ഇഞ്ചി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആട്ടോ ഇഞ്ചിയൊക്കെ ഉള്ളത്. അപ്പോൾ അതേ ഞാൻ ആ ഇഞ്ചി കുറച്ച് പറിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഒത്തിരി ഒന്നും പറിക്കണില്ല. നമ്മൾ തീരുമ്പോൾ ഫ്രഷായിട്ട് പറിച്ചെടുക്കുവാണെങ്കിൽ അതല്ലേ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പറിച്ച് വയ്ക്കുമ്പോൾ ഇരുന്ന് ഉണങ്ങിപ്പോവും. അതിൻ്റെ ആ സ്വാദും കാര്യങ്ങളൊക്കെ കിട്ടില്ല. നമ്മുടെ മീൻ കറിക്കും ഇറച്ചിക്കറിക്കും അത്യാവശ്യം അല്ലറ ചില്ലറ എല്ലാ കറിക്കും, സാധനം തക്കാളിക്കറിക്ക് പോലും ഇഞ്ചി ഇടണം അല്ലേ, അതല്ലേ നല്ലത്. അതുകൊണ്ട് ദേ ഞാൻ ഇഞ്ചി ഒന്ന് പറിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ അത് പറിച്ച് നോക്കിയപ്പോൾ ഇഞ്ചി പറിച്ച് നോക്കിയപ്പോൾ അതിലിങ്ങനെ പൂത്തോലയൊക്കെ എന്തോ കുറേ നാളായതുകൊണ്ട് എന്തെങ്കിലും അസുഖമൊക്കെ ഇതിന് വരുന്നതായിരിക്കും. ഞാനിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ 1-2 കഷ്ണങ്ങൾ ആ പറിച്ചോടത്ത് തന്നെ നട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നാലല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യവും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ആവശ്യത്തിന് ഇഞ്ചി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇഞ്ചിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ കറിക്കൊക്കെ ഇഞ്ചി വാങ്ങിക്കുമ്പോഴേ 1-2 കഷ്ണങ്ങൾ 1-2 കടയങ്ങ് നട്ടാൽ പിന്നെ അത് ഉണ്ടായിക്കോളും. പിന്നെ അതിൽ നിന്ന് നമുക്ക് വേറെ വേറെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശീലം കൂടെ വളർത്തിയെടുക്കണം കേട്ടോ. ഇതേ തിരിച്ചു പോരും വഴി ഇതേ ചേമ്പിൻ്റെ താളും കൂടെ എടുത്തിട്ടുണ്ട് ഇല കെട്ടി കറി വെക്കാനായിട്ട്. അപ്പം കണ്ണി കണ്ട ഇലയൊക്കെ പറിച്ചത് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അതെ ഞാൻ ഇല ആദ്യം കട്ട് ചെയ്തെടുത്തു. പക്ഷേ ഇതാണെങ്കിൽ ഇത് അതിൻ്റെ കൂമ്പാണെങ്കിൽ നമുക്കത് ഇലയാണെങ്കിൽ കെട്ടി എടുക്കണം. ഇത് കൂമ്പാണെങ്കിൽ ഇതങ്ങ് കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണല്ലോ എളുപ്പം കരുതി ഞാൻ കൂമ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു കറിക്കുള്ള കൂമ്പ് ഉണ്ടായിരുന്നു, കിട്ടി. അതുകൊണ്ട് പിന്നെ ഞാൻ ഇല പറിക്കാൻ നിന്നില്ല കേട്ടോ. ഇനി ഞാനിത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിടും കേട്ടോ. ഇത് ഞാൻ കൊണ്ടുവന്നിട്ടൊന്ന് കഴുകി എടുത്തായിരുന്നു. ഓൾറെഡി മഴയൊക്കെ നനഞ്ഞ് നിൽക്കണതാണ്. എന്നാലും ഞാനൊന്ന് കട്ട് ചെയ്തു അങ്ങോട്ട് എടുത്തു കേട്ടോ. ഇതിന്നെ ചെറുതാക്കി ഇങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. പണ്ട് കാലത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചേമ്പലയും ചേനയുടെ കൂമ്പും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പം നമ്മുടെ വിപണിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ എന്തൊക്കെയുണ്ട്, എന്തോരം പുതിയ പണ്ടില്ലാത്തതും ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ വിപണിയിലേക്ക് കുതിച്ച് കയറിയതുമായ ഇഷ്ടംമാതിരി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടല്ലേ. പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ തകരയിലയും പിന്നെ ഇങ്ങനെ ഈ ചേമ്പിൻ്റെ ചാറും ചേനയുടെ കൂമ്പും ഇതൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ വിപണിയിൽ എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ വിപണി കൈയടക്കിയിരിക്കുന്നത് നമ്മുടെ പുറമേ നിന്നുള്ള ഒത്തിരി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കയറി വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട്സിൽ റംബൂട്ടാനൊക്കെ നമ്മൾ ഇപ്പോൾ കേൾക്കണതല്ല, ഒരു 3-4 വർഷത്തിനിടെയുള്ള സാധനമാണ് റംബൂട്ടാൻ എന്ന് പറയുന്ന സാധനം. പിന്നെ എന്നതാ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, പണ്ട് അത് വേറെ ഏതോ രാജ്യത്തിൽ നിന്ന് ഉള്ളതാണ്. പണ്ട് തൊട്ട് നമ്മുടെ രാജ്യത്ത് ഉള്ളതല്ല. അതവിടെ നിൽക്കട്ടെ. ഞാനപ്പോൾ ഇത് എല്ലാം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തിടുവാണ്. നമ്മുടെ ഇല തന്നെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇലയുള്ളത് ഒരെണ്ണം ഞാൻ കാട്ടിത്തരാം. ഇല ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ അങ്ങ് കെട്ടിയെടുക്കണം. ഇങ്ങനെ ഇരുന്നാൽ മതി എനിക്ക്. അങ്ങനെ അപ്പം ഞാൻ എളുപ്പത്തിന് എല്ലാം കെട്ടിയെടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് കെട്ടിയെടുക്കാൻ കൂടുതൽ സമയം വേണ്ടി വരില്ലേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ കൂമ്പെല്ലാണെങ്കിൽ നിൽക്കുകയും ചെയ്യേണ്ട. അപ്പോൾ അതാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ എടുത്താട്ടോ. അപ്പം ഞാൻ എല്ലാം ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാവേ.
ഞാനിതേ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഇപ്പം നിറഞ്ഞിരുന്നാലും ഒന്ന് ആവി കയറുമ്പോഴത്തേക്ക് ഇത് മൊത്തം താന്നു പോകും കേട്ടോ. ഇനി ഇതിന് വേണ്ട ഒന്ന് അരപ്പ് തയ്യാറാക്കി. ഞാൻ ഇതിൻ്റെ അരപ്പിനുള്ള ഇത് തേങ്ങ എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ 5-6 ചെറുള്ളി, ദെൻ നമ്മുടെ ആവശ്യത്തിന് എരിവിനുള്ള മുളക് എടുത്തു, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പതിയെ ഒതുക്കിയെടുക്കാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ചേമ്പിൽ ഈ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുടപ്പുളി ഇല്ലേ, കുടപ്പുളി. അത് ഞാൻ ചെറിയ പീസസ് ആയിട്ട് ഓവർനൈറ്റ് ഇട്ടാൽ എല്ലാ പ്ലേസിലും ഒരുപോലെ വരില്ല അല്ലേ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഇളക്കരുത്, ഇത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഇട്ട് തേങ്ങയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇലയൊക്കെ വിടർന്നു പോകും കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വയ്ക്കാം. ആവി കയറാൻ വേണ്ടി ഒരു മൂടി കൊണ്ട് മൂടുക. ഇതിൽ നമ്മൾ ആ അരപ്പൊന്ന് അരച്ചിട്ട് ആ ജാറൊന്ന് കഴുകി ജസ്റ്റ് ഒന്ന് ഒഴിക്കുക. അല്ലാണ്ട് ഒത്തിരി വെള്ളമൊന്നും ഇതിൽ ഒഴിക്കല്ല കേട്ടോ. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിയെ ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ ഇലയൊന്നും വിടർന്ന് വരില്ലല്ലോ, അതുകൊണ്ട്. ഈ ഇല വെന്ത് വരാൻ ഒത്തിരി താമസമൊന്നും ഇല്ലയെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വേണം കേട്ടോ. കണ്ടോ നമ്മുടെ താളുതോരൻ എന്തായി നോക്കി, സൂപ്പറായില്ലേ. നമ്മുടെ താളിൻ്റെ ഇലയൊക്കെ അങ്ങ് താന്ന് പോയിട്ട് കണ്ടോ. അത്ര ഉണ്ടായിരുന്നത് ഇപ്പം തീരെ കുറച്ചുള്ളൂ അല്ലേ. ഇനി ഇപ്പം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഈ താള് തോരൻ എന്നൊക്കെ പറയും, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു കുറച്ചില്ല. താളെന്നൊക്കെ ഇപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ പിള്ളേർ പറയും, അയ്യോ താള് കൊണ്ടുപോവില്ല, അത് കേൾക്കണേ നാണക്കേടാ. അങ്ങനെ ഒരു രീതിയാണ് നമ്മുടെ മക്കൾക്കൊക്കെ കേട്ടോ. ഇപ്പോൾ പിള്ളേർ ഒട്ടുമിക്ക പിള്ളേർ തന്നെ മീനും ഇറച്ചിയും അല്ലാണ്ട് മുട്ടയും അല്ലാണ്ട് വെജിറ്റബിൾസ് അങ്ങനെ ഭൂരിഭാഗം പിള്ളേരും കൂട്ടില്ല എന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ. കാരണം അവർക്ക് വെജിറ്റബിൾസ് വേണ്ട. പക്ഷെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഈ വെജിറ്റബിൾസും നമ്മുടെ പറമ്പിൽ നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്നതും മാത്രമാണ്. അല്ലാണ്ട് ഈ ഇഷ്ടമാതിരി വിഷം അടിച്ച് നമ്മുടെ കമ്പോളത്തിൽ വരുന്ന സാധനങ്ങളേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിൽ പറിച്ചെടുക്കുന്ന നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്നത്, നമ്മുടെ ഈ ചേമ്പും ചേനയും അങ്ങനെയുള്ളതാട്ടോ. അങ്ങനെ ഒരു ധാരണ കുട്ടികൾക്ക് അതുകൊണ്ടാണ് അത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്, അതുകൊണ്ട് അതിന് മൂല്യമില്ല എന്ന ഒരു ധാരണയാണ് കുട്ടികൾക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ ഈ തോരനൊക്കെ ഞാൻ കൂട്ടിക്കും. എഡിനൊക്കെ ആണെങ്കിലും ഞാൻ വെജിറ്റബിൾസ് ആണ് കൂടുതലായിട്ട് കൊടുക്കുകയുള്ളൂ. അത് കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിപ്പിക്കും. അത് നേരത്തെ തൊട്ട് അങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട് അവൻ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ ഓരോന്ന് കൊടുത്താലും തോരൻ എല്ലാം ഇലക്കറി അങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുത്താലും കഴിക്കും. അത് ചെറുതാർന്നപ്പോൾ തൊട്ട് ഞാൻ അങ്ങനെ ശീലിപ്പിച്ചിട്ടുള്ളതുകൊണ്ട്. പക്ഷേ പലരും കുട്ടികൾ കഴിക്കില്ലല്ലോ, ചോറിന് ഇച്ചിരി ഇറച്ചിയോ മുട്ടയോ മീനോ വേണമല്ലോ എന്ന് കരുതി അങ്ങനെ ശീലിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് പല കുട്ടികളും ഇപ്പം ഈ വെജിറ്റബിൾസും ഇലക്കറികളൊന്നും കഴിക്കാൻ മടിയാട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കൂലേ. ഇനി മക്കളുടെയൊക്കെ കാലം എത്തുമ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു കാലം വരും. എന്താണെന്ന് വെച്ചാൽ അവരിപ്പോഴേ ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും വീട്ടിൽ ചെയ്യണേ ഇവിടെ ചെയ്യണേയൊക്കെ കണ്ടാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ പഠിച്ചേക്കണത്. അപ്പോൾ അന്നേരം എന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുമായിരുന്നു. അവർ ചെയ്യുമ്പോൾ ആ കൂടെ നിന്ന് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഒന്നുമില്ല. അപ്പോൾ എന്നാലാണ് നമ്മുടെ കൂടെ ഇങ്ങനെ നിന്ന് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിലാണ് അവർ വലുതാകുമ്പോഴും എന്തെങ്കിലും നിന്ന് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് അവരിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അയ്യോ എൻ്റെ ഇത് കത്തിപ്പോവും, ഒന്ന് ഇളക്കിയിടണം. ഇതിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ വെള്ളം ഒഴിക്കാത്ത ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. താള് തോരൻ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ രീതിയിലാണോ ഉണ്ടാക്കണേന്ന് ഒന്ന് പറയണം. ഏകദേശമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ആവാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഉപ്പ് കൂടിയോ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. പുളിയുണ്ട്, അല്പം ഒരു ഉപ്പിൻ്റെ കുറവുണ്ട്. സൂപ്പറാണ്, നല്ല പുളിയൊക്കെ പിടിച്ചു, അടിപൊളി. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ പാകമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ച 2 ദിവസത്തേക്ക് ഇതിരുന്നോളും. ചൂടാക്കിയിട്ട് പെട്ടെന്ന് വലിച്ചൊന്നും പോകുമൊന്നുമില്ല. നമുക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു തലേദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ 2 ദിവസത്തേക്ക് ഒരു കറി ഉണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലേ. ചോറിനാട്ടോ അങ്ങനെ പൊന്നൂസ് ചോറിനാന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കറിയൊക്കെ വെന്തപ്പല്ലേ. പൊന്നൂസിന് ഇങ്ങനെ ഇലക്കറിയൊക്കെ ഇഷ്ടം കേട്ടോ. ഓനെ മുഖമൊക്കെ വാടിയിരിക്കണേ പൊന്നൂസേ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. കണ്ടോ നമ്മുടെ തോരൻ കണ്ടോ,
നമ്മുടെ താളുതോരനാന്ന് പറയുകയേ ഇല്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ അത്യാവശ്യം പുളിയൊക്കെ ഇതിന് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ കീറിയിട്ടതായതുകൊണ്ട് പെട്ടെന്ന് പുളി ഇറങ്ങുവേ. 1-2 കഷ്ണങ്ങൾ ഇതിൽ നിന്ന് മാറ്റും കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിപ്പോവും. 1-2 കഷ്ണമൊക്കെ ഇത് കിടന്നോട്ടെ. അപ്പം നമ്മൾ അത്രയും ഇലയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ കണ്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടുതരാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ പുളി ഇത് കിടക്കുന്നുണ്ട്. 1-2 കഷ്ണം അതിൽ കിടന്നോട്ടെ. അപ്പോൾ അതേ ഞങ്ങൾ ഉച്ചയൂണൊക്കെ കഴിക്കാൻ പോവാം. ഞങ്ങളുടെ സ്പെഷ്യൽ കണ്ടോ, കണ്ടിത്തരാം. ഇത് നമ്മുടെ കൊഴുവ പീര പറ്റിച്ചത്, ഇത് നമ്മുടെ ചേമ്പന്താള്, കൊഴുവ വറുത്തത് കേട്ടോ. നമ്മളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് ചൂടാറി പോണതിന് മുമ്പ് കഴിക്കണം എന്നൊരു നിർബന്ധമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ചൂടൊക്കെ ആറി പോണതിന് മുമ്പ് വേഗം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിൽ ഇടണം. പിന്നെ അപ്പോൾ ഞാൻ എന്നും പറഞ്ഞ പോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലിടണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.